നമുക്കറിയാം കാന്തപുരത്തിന്റെ കേരള യാത്ര കേരളത്തെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് ഇങ്ങനെ കാസർഗോഡ് നിന്ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ ഇങ്ങനെ വളരെ ശക്തമായി ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. ഇളക്കി മറിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഇതിൽ പല ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഈ യാത്ര തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ കേരള മുസ്ലിമീങ്ങൾ മുഴുവനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചർച്ചകളായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തേത് സുന്നി ഐക്യം എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും പല കാലഘട്ടങ്ങളിലും സുന്നികൾ തമ്മിൽ ഐക്യപ്പെടുന്നതിന് മുസ്ലിം ലീഗ് സമ്മതിക്കുകയില്ല എന്നായിരുന്നു ചിലരെങ്കിലും പറയാറുള്ളത് എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ വാസ്തവം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഇവിടെ ഇപ്പോ എ.പി. സമസ്തയും കാന്തപുരം വിഭാഗവും മുസ്ലിം ലീഗും തന്നെ ഒന്നിക്കുന്നു എന്നുള്ള ചർച്ചകളും സുന്നികൾ തമ്മിലുള്ള ഐക്യത്തിന് മുകളിലായി അല്ലെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായി നടക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അർത്ഥവത്താക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗുകാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഈ കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ വിവിധ വേദികളിൽ വളരെ ശക്തമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചോട്ടാമോട്ട നേതാക്കന്മാരല്ല, മുസ്ലിം ലീഗിന്റെ ചാണക്യൻ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടി പോലും പങ്കെടുക്കുന്നു, പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു വലിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് കേരള യാത്ര കേരളത്തിന്റെ തെരുവുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് നടുക്ക് ചില അപശബ്ദങ്ങളുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ വളരെ വിശാലമായി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. പലരും പറയുന്നത് പഴയതും പുതിയതും ഒക്കെയും കേൾപ്പിക്കേണ്ടതുണ്ട്. അതിനൊക്കെ മുമ്പ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി വളരെ മനസ്സു തുറന്നൊരു കാര്യം പറയുന്നുണ്ട്. ആദ്യം നമുക്കത് കേൾക്കാം. ാണ് നമ്മുടെ മുന്നിലുള്ളത്. ഭിന്നിച്ചു നിൽക്കാനുള്ളതാണോ നമ്മൾ ഇനിയുള്ള നാളുകൾ? അതുകൊണ്ടാണ് ഞാൻ മെനിയാന്ന് അരീക്കോട് വെച്ച് പറഞ്ഞു, ഇനി നമ്മുടെ നാളുകൾ ഒന്നിച്ചുള്ളതാണ്, ഒരുമിച്ച് പോകണം. കുറേയേറെ ഭിന്നതയിലൂടെ നിന്നിട്ട് എന്ത് കാര്യം? എല്ലാവരും, നിങ്ങളായാലും ആരും ഈ പച്ചപ്പതാക തണലുണ്ടാവും, നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗത്തിൻ്റെ മുമ്പ് എൻ്റെ അടുത്തിരുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് അതിന് മുമ്പ് ഞാൻ ഖലീൽ ബുഖാരി തങ്ങളെ, സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളോട് ഞാൻ ഡയാലിസ് സെൻറ്റർ സന്ദർശിക്കാൻ പറഞ്ഞു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു. പേരോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാനത് ആഗ്രഹിക്കും, നിങ്ങൾ എൻ്റെ കുറ്റ്യാടിയിലേക്ക് വരണമെന്ന് എന്നെയും വിളിച്ചു, ഞാനും വരാമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണ്, ഞങ്ങൾ എല്ലായിടത്തും പരസ്പരം പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും, ആരെയും ശത്രുതയായി കാണില്ല. ഞങ്ങൾക്കെല്ലാവരും ഒന്നാണ്, ഈ പ്രസ്ഥാനത്തിനൊന്നാണ്. കേരള യാത്രക്ക് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന് മുസ്ലിം ലീഗിൻ്റെ പച്ച പതാക പിടിച്ചുകൊണ്ടാണ് അഭിവാദ്യം അർപ്പിച്ചത്. ഇനിയും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ശത്രുത വെച്ച് പുലർത്തുന്നത്? ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് ജബ്ബാർ ഹാജി പറയുന്നത്. ഇനി എന്തിന് ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കണം? ഇങ്ങനെ ഭിന്നിച്ച് നിന്നത് കൊണ്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. ഞാൻ പേരോട് ഉസ്താദുമായും ഖലീൽ തങ്ങളുമായൊക്കെയും സംസാരിച്ചു. അവരൊക്കെ എൻ്റെ ഡയാലിസ് സെന്റർ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറ്റ്യാടിയിലേക്കും സന്ദർശനം നടത്തുന്നുണ്ട്. ഇനി അങ്ങനെയാണ്, ഇനി കാര്യങ്ങൾ മാറ്റമാണ് എന്ന രീതിയിലാണ് ഞാൻ അരീക്കോട് വെച്ച് ഈ വിഷയം വളരെ വ്യക്തമായി സംസാരിച്ചു എന്ന്. അരീക്കോട് കാന്തപുരത്തിന്റെ കേരള യാത്രക്ക് വളരെ വിപുലമായ, വളരെ ശക്തമായ ഒരു സ്വീകരണം നടന്നിരുന്നു. അതിൽ നാനാജാതി ആളുകളും പങ്കെടുത്ത വളരെ വലിയ ഒരു സമ്മേളനം തന്നെയായിരുന്നു. ഒരുപക്ഷെ സമാപന സമ്മേളനമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു കേരള യാത്രക്ക് അരീക്കോട് ലഭിച്ചിരുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സാധാരണയല്ലേ? ഇതൊക്കെ സാധാരണ രാഷ്ട്രീയ നേതാക്കൾ സ്റ്റേജിൽ വന്ന് പറയുന്നതല്ലേ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിപ്പോകാതിരിക്കാൻ ആരായിരുന്നു ഈ ജബ്ബാർ ഹാജി എന്ന് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ആരെയും കുറവാക്കാനോ ഇകഴ്ത്താനോ അല്ല. പക്ഷേ ചില അപശബ്ദങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലും വരുന്നത് കാണുമ്പോൾ എത്തരത്തിലുള്ള ആളുകളാണ് മാറി ചിന്തിച്ച് ഇങ്ങനെ ഐക്യത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് പരസ്പരം യോജിച്ച് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ആരായിരുന്നു ഈ ജബ്ബാർ ഹാജി എന്ന് നമുക്കൊന്ന് നോക്കാം. പഴയകാല ജബ്ബാർ ഹാജിയെ നമുക്കൊന്ന് കാണാം. ഞാൻ ഇവിടെയുള്ള ഈ മുടിക്കുട്ടികള് ഏതെങ്കിലും ഉണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചോ, എഴുതി വെച്ചോ. ജീവിതകാലം, ശിഷ്ടജീവിതം എത്ര കാലമുണ്ടെങ്കിലും നിന്റെയൊക്കെ പടിവാതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനവും അന്തസ്സും തോന്നുന്നത്
ഏതെങ്കിലും ഒരു സമസ്ത ഓഫീസിലോ മുസ്ലിം ലീഗ് ഓഫീസിലോ പ്യൂണിന്റെ പണിയെടുക്കുന്നതാണ്. നിന്റെ ഒന്നും കാലിലേക്ക് വരില്ല ശിഷ്ടജീവിതം മുഴുവൻ ഈ ബുദ്ധിയുള്ള കാലഘട്ടത്തോളം. അങ്ങനെ തോന്നട്ടെ. അപ്പൊ അതാണ് ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് വളരെ വലിയ വൈരാഗ്യത്തോടെ ജീവിച്ച ഒരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു ഈ ജബ്ബാർ ഹാജി എന്നുള്ളത് നിങ്ങളെ തെളിയിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. ഇത്തരത്തിലൊക്കെ പ്രസംഗിച്ച് നടന്ന ജബ്ബാർ ഹാജി പോലും ഇപ്പോൾ കാന്തപുരവുമായി സമരസപ്പെടുവാനും കാന്തപുരവുമായി ഐക്യപ്പെടുവാനും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുവാനും സമയം കണ്ടെത്തുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മദ്ഹ് പറയാൻ സമയം കണ്ടെത്തുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ട് കൂടി ഇത്തരത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പോലും മാറുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നി ഐക്യത്തിന് പോലും സമ്മതിക്കുന്നില്ല എന്ന് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞു നടന്ന സമുദായ പാർട്ടിയിലെ നേതാക്കൾ പോലും കാന്തപുരവുമായി യോജിപ്പിന്റെ മാതൃകയും യോജിപ്പിന്റെ വഴികളും തൊടുന്ന ഈ ഒരു സമയത്ത് ചില അപശബ്ദങ്ങൾ കേൾക്കുന്നു. അതും മുസ്ലിയാക്കന്മാരുടെ വേഷധാരികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സനദ് ദാന സമ്മേളനം നടന്നു. ഒരുപക്ഷെ അത് കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയോ ആളുകൾ സുന്നികൾ പോലും വളരെ വലിയ രീതിയിൽ അറിയപ്പെടുകയോ ചെയ്തിട്ടില്ല, വളരെ വിപുലമായി കഴിച്ചിട്ടില്ലേ എന്നൊന്നും അറിയില്ല. ഏതായാലും അത്തരത്തിലൊരു സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളന വേദിയിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗും കാന്തപുരവും യോജിക്കുന്നത് പിടിക്കാത്ത, അത് ഇഷ്ടപ്പെടാത്ത ഒരു മുസ്ലിയാര് സംസാരിക്കുന്നത് കേട്ടപ്പം വളരെ വിഷമം തോന്നി. ഇത്തരത്തിലൊക്കെ സുന്നി ഐക്യത്തെ പറ്റിയും സമുദായത്തിലെ ഐക്യത്തിനെ പറ്റിയുമൊക്കെ വളരെ വലിയ ചർച്ചകളും വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ അങ്ങ് 89-ലോ 90-കളിലോ പ്രസംഗിക്കുന്നത് പോലെയുള്ള ഒരു പ്രസംഗം. ഏതായാലും എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്കത് ആദ്യം ഒന്ന് കേൾക്കാം. 89-ൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വരുന്നത്. അബൂബക്കർ മുസ്ലിയാർ ചെയ്ത് നോക്കൂ നിങ്ങൾ. സമാന്തരമായി പള്ളി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ അനുഷ്ഠാന കർമ്മത്തെ പോലും ഫസാദാക്കി. ചില ആളുകൾക്ക് അവരിന്ന് ബഹുമാന്യരായി മാറുകയാണ്. ചില ആളുകൾക്ക് അവരോട് ഐക്യപ്പെടാനും അവരോട് സമരസപ്പെടാനും അവരോട് ഒത്തുപോകാനും വെമ്പൽ കൊള്ളുകയാണ്. അപ്പൊ കണ്ടില്ലേ, മാതൃകയാവേണ്ട ഒരാളാണ് ഇയാൾ. ഈ ഒരു വേഷം എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല. പേഴ്സണലി ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു മുസ്ലിയാരാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു തൊപ്പിയൊക്കെ ധരിച്ചിട്ടുണ്ട്, മുസ്ലിയാർ ആയിരിക്കാം. ഏതായാലും മുസ്ലിയാരാണെങ്കിൽ ഇദ്ദേഹം സമൂഹത്തിന് മാതൃകയാവേണ്ട ആളാണ്. അതായത് സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി സംസാരിക്കുകയും സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തി സമുദായത്തിലെ രാഷ്ട്രീയക്കാര് പോലും, രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ പലപ്പോഴും പണ്ഡിതന്മാരല്ല, പണ്ഡിതന്മാരുടെ അത്രത്തോളം ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുവാനും അത്രത്തോളം ക്ഷമ കാണിക്കുവാനും സൗമ്യനാവുവാനും ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല. പക്ഷേ ഇത്തരത്തിലൊക്കെയുള്ള രാഷ്ട്രീയക്കാർ, പണ്ടൊക്കെ വളരെ വലിയ ഭീഷണിയും മറ്റുമൊക്കെ മുഴക്കി പ്രസംഗിച്ചു തന്ന രാഷ്ട്രീയക്കാർ പോലും ഐക്യത്തിന്റെ വാതിലുകൾ തുറന്നിടുന്ന ഒരു സമയത്താണ് സമൂഹത്തിന് മാതൃകയാകേണ്ട പണ്ഡിതന്മാരായ ആളുകൾ ഇത്തരത്തിൽ വീണ്ടും ഐക്യത്തെ തകർക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ഇദ്ദേഹം ഇത്തരത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ സുന്നി ഐക്യം ആഗ്രഹിക്കുന്ന, സമുദായത്തിലെ ഐക്യം ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗുകാരും അതുപോലെ തന്നെ സമസ്തയിലെ മറ്റ് അംഗങ്ങളും ഉണ്ടാകും. അവർ ഉടനടി ഇദ്ദേഹത്തെ തടയണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അത്തരത്തിലുള്ള ഒരു സ്ഥാനത്തും അത്തരത്തിലുള്ള സ്റ്റേജിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ തന്നെ അത് തിരുത്തി സംസാരിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ പോട്ടെ, ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ സമൂഹത്തിന് മാതൃകയാവേണ്ടവർ ഇത്തരത്തിൽ തന്നെ ആയാൽ പിന്നെ എന്താണ് കഴിയുക? ഇനി സുന്നി ഐക്യം സംഭവിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുകൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം പ്രസംഗത്തിന് നടുവിൽ പറയുകയാണ്, സമുദായത്തിന്റെ ചില രീതികളെപ്പോലും കാന്തപുരം ഉസ്താദ് 89-ൽ മാറ്റിമറിച്ചു പോലും. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം. 89-ൽ സമസ്തക്ക് ദൗർഭാഗ്യവശാൽ ഒരു പിളർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ആശയപരമായ അന്നും ഇന്നും ഇരു സമസ്തകൾക്കും ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ് ഇരു സുന്നികളും ഇന്നും മുറുക്കി പിടിക്കുന്നത് എന്ന കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല. പലപ്പോഴും കാന്തപുരം ഉസ്താദിൻ്റെ വിഭാഗം പുത്തൻവാദികളോട് അല്പം കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. എന്തായാലും മാഷാ അല്ലാഹ് ഇന്ന് ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായതിന് ശേഷം അത്തരത്തിലുള്ള നിലപാട് തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ സമുദായത്തിൽ ഇത്തരത്തിൽ കാന്തപുരം വിഭാഗത്തോട് മാത്രമാണോ സമരസപ്പെടാത്തതും അല്ലെങ്കിൽ ഐക്യത്തിന് യോജിപ്പിന്റെ വാതിൽ തുറന്നിടാത്തതും? ഈ ഒരു വിഭാഗത്തിലെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിന്റെ 0.0 വേർഷൻ എന്ന് പറയുന്ന ചില ആളുകൾ മുസ്ലിം ലീഗിനോടും ഈ ഒരു സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ പറയണ്ട, അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ജബ്ബാർ ഹാജി തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഈ തെരഞ്ഞെടുപ്പിനെ വെച്ചപ്പോൾ ചുരുക്കം ചിലരെങ്കിലും എനിക്ക് കൈ വലിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ആയിരക്കണക്കിന് കൈകൾ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ എനിക്ക് നേരെ നീട്ടിയിട്ടുമുണ്ട്. ഞാൻ നന്ദിപൂർവ്വം അത് ഓർക്കുകയാണ്, ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും നമുക്ക് അങ്ങനെ പോകണം. ഞാൻ ഇന്ന് ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ആർക്ക് മുമ്പിലും ഒരു വാതിലും ഇനി അടയില്ല. അപ്പൊ അതാണ് ഇങ്ങക്ക് സംഭവം മനസ്സിലായോ? അതായത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എതിരെ കൈവലിച്ചവർ, അതായത് പണ്ടൊക്കെ സഹായിച്ചു കൊണ്ടിരുന്ന, പണ്ടൊക്കെ ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾ, ചില ആളുകൾ ചതിയന്മാരായി എന്ന വണ്ണോണം അദ്ദേഹത്തിനെതിരെ കൈവലിച്ചു. പക്ഷേ മുസ്ലിം ജമാഅത്തിന്റെ കാന്തപുരം വിഭാഗം വളരെ ശക്തമായ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് നേരെ കൈ നീട്ടി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ആളുകൾക്ക് അദ്ദേഹം നന്ദി പറയുകയാണ്. ഇവിടെ ഞാൻ വളരെ കൃത്യമായി പറയുന്നത്, ഇവിടെ ജബ്ബാർ ഹാജി, നമുക്കറിയാം മുസ്ലിം ലീഗിലെയും കാന്തപുരം AP സമസ്തയിലെയും ആളുകൾ പലപ്പോഴും ഇലക്ഷൻ സമയത്തൊക്കെ ഇവർ അരുവാൾ സുന്നികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയും പലപ്പോഴും അത്തരത്തിൽ ഇവരെ LDFന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ കേരളം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട്, ഈ ജബ്ബാർ ഹാജിയുടെ നമ്മൾ നേരത്തെ കേട്ട പ്രസംഗം പോലും മറന്നുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിന് അനിവാര്യവും ആവശ്യവുമായ യോജിപ്പിലേക്ക് നീങ്ങുവാൻ വേണ്ടി കാന്തപുരം സമസ്തയിലെ ആളുകൾ മുസ്ലിം ലീഗിലെ ജബ്ബാർ ഹാജിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഞാൻ മലപ്പുറത്ത് ഈ കാന്തപുരം വിഭാഗം സംഘടനയിലെ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പോലും പറയുന്നത്, എന്നോട് സ്വകാര്യപരമായി പറഞ്ഞതാണ്, അത്തരത്തിൽ ഇവിടെ ജബ്ബാർ ഹാജിക്ക് വോട്ട് ചെയ്യാൻ സംഘടനാ തീരുമാനം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു അലം റസൂലുഹു അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. എങ്കിൽ പോലും ജബ്ബാർ ഹാജിയുടെ വാക്കും അദ്ദേഹത്തിന്റെ വാക്കും ഒക്കെ മുട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം ശരിയാവാനാണ് സാധ്യത. ജബ്ബാർ ഹാജി പറയുന്നു, മുസ്ലിം ജമാഅത്തിന്റെ ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് നേരെ കൈനീട്ടി, ഞാൻ അവർക്ക് നന്ദി പറയുന്നു. പക്ഷെ ചില ആളുകൾ എനിക്ക് കൈവലിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ അവിടെയും ഇവിടെയും കൂടാത്ത ചില വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതാണ്. അവർ മുസ്ലിം ലീഗിനും ദോഷം ചെയ്യുന്നു, സുന്നി ഐക്യത്തിനും ദോഷം ചെയ്യുന്നു. ഈ സമുദായം ഇവരോട് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഇനി മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒരു ജബ്ബാർ ഹാജി മാത്രമാണോ ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് തിരൂരിൽ പങ്കെടുത്തില്ലേ? വളരെ വലിയ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചില്ലേ? അത് മാത്രം പോരാ, ഇനി ഈ സാക്ഷാൽ ശിഹാബ് തങ്ങൾ തന്നെ ഹാരിസ് ബീരാനെ പറഞ്ഞയച്ചു എന്ന് പറയുന്നത് ആരാണ്? ഹാരിസ് ബീരാൻ തന്നെയാണ്. എറണാകുളം സമ്മേളനത്തിൽ ഹാരിസ് ബീരാൻ പ്രസംഗിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് വാസ്തവത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ സന്നദ്ധാന സമ്മേളനത്തിൻ്റെ സമാപനമാണ്. വലിയ സമ്മേളനം നടക്കുകയാണ്. അവിടെ ഞാൻ പോകേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള എൻ്റെ പ്രിയ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെടുത്ത് പറഞ്ഞു, ഇന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ യാത്ര എറണാകുളത്ത് എത്തുന്നത്, എന്നെ ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അദ്ദേഹം ഒരു മടിയുമില്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഉസ്താദിൻ്റെ യാത്രയിലാണ് നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പട്ടിക്കാട് ജാമിയയുടെ സമ്മേളനത്തിൽ പോകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതാണ് ഹാരിസ് ബീരാൻ പറയുന്നു, എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് സാക്ഷാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, ചോട്ടാമോട്ടാ നേതാവല്ല. നിങ്ങൾ കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയുടെ എറണാകുളത്തെ പരിപാടിയിൽ സംബന്ധിക്കണം, നിങ്ങൾ അവിടെയാണ് പോകേണ്ടതെന്ന്
പറഞ്ഞ് എന്നെ ഇവിടത്തേക്ക് അയക്കുകയായിരുന്നു എന്നാണ് ഹാരിസ് ബീരാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനത്തിൽ വേണ്ട ആളാണ്. ആ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ സമ്മേളനം ഉപേക്ഷിച്ചുകൊണ്ടാണ്, അവിടുത്തെ പ്രസംഗം ഒഴിവാക്കിക്കൊണ്ടാണ് കാന്തപുരം ഉസ്താദിന്റെ സ്റ്റേജിൽ പ്രതിനിധികൾ ആവശ്യമാണെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ സുന്നികൾ തമ്മിൽ ഈ ഒരു ഇത് സാദിഖലി തങ്ങൾ പറഞ്ഞയച്ചതോ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് പങ്കെടുത്തതോ, ജബ്ബാർ ഹാജി പ്രസംഗിച്ചതോ മാത്രമല്ല, തെരുവുകളിൽ അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് മുതൽ കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിലെ ഏകദേശ ജില്ലകളുടെയും തെരുവുകളിൽ മുസ്ലിം ലീഗിൻ്റെ അണികൾ പച്ചപ്പതാക ഏന്തി കാന്തപുരം ഉസ്താദിനെ അഭിവാദ്യം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്കറിയാം, പഴയ കാലങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ നടന്നിരുന്നു. അതൊക്കെ മറന്നുകൊണ്ട് ഇവിടെ വളരെ വിശാലമായ മനസ്സോടുകൂടിയാണ് മുസ്ലിം ലീഗ് കാന്തപുരത്തെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു നല്ല സൈനാണ്. ഇതിന് നടുവിലും ചെറിയ ചില വിഭാഗങ്ങൾ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അവരെ തീർച്ചയായും മാറ്റി നിർത്തേണ്ടതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കാന്തപുരവും, അല്ലെങ്കിൽ ഇരു സുന്നികളും, മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമസ്തയിലെ ഒരു വലിയ വിഭാഗം തന്നെയാണ് ഇവർ. ആ ഒരു സമസ്തയും മുസ്ലിം ലീഗും അടങ്ങുന്ന ഒരു സംഘം കാന്തപുരം വിഭാഗവുമായി, കാന്തപുരം ഉസ്താദുമായി ഈ യോജിപ്പിന്റെ വഴി തേടുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സാക്ഷാൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? നമുക്കതൊന്ന് കേൾക്കാം. ഇനിയുള്ള കാലം താങ്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? പാർട്ടിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സമുദായത്തെ സംബന്ധിച്ചോ? നമ്മുടെ സമുദായം ഈ ഭിന്നത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. അതിപ്പം പരസ്പരം ചിന്തിക്കാതെ വിഭജിക്കാതെ ഏകോദര സാധനമൊപ്പം ജീവിക്കുവാനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സന്ദേശം മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഭിന്നതകളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന്. അതാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ചാനലുകാരൻ ചോദിക്കുകയാണ്, അവസാനത്തെ ആഗ്രഹം എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളും ഉണ്ടായേക്കാം, പക്ഷെ അദ്ദേഹം സമുദായത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് സമുദായം ഒന്നിച്ചു കാണാൻ അദ്ദേഹവുമായി അടുത്ത് ബന്ധപ്പെടുന്നവരോട് നമ്മൾ സംസാരിച്ചാൽ അതറിയാം. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ സുന്നി ഐക്യം വളരെ നല്ല രീതിയിൽ ആഗ്രഹിച്ചിരുന്നു. കാന്തപുരം ഉസ്താദ് ഇപ്പോൾ നിർമ്മിച്ച മർക്കസ് നോളജ് സിറ്റിയിലെ പള്ളിക്ക് മുമ്പ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കാസർഗോഡ് ഒരു വലിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അന്ന് ആ പള്ളി ഉദ്ഘാടനത്തിന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയിരുന്നു എന്നുള്ളതാണ്. ആ സമ്മേളനത്തിന് പോകുമ്പോൾ ചിലർ അതിനെ എതിർത്തിരുന്നു. പക്ഷേ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതൊന്നും വകവെക്കാതെ ആ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോകുകയായിരുന്നു. അന്നൊക്കെയും അന്ന് മുതൽ ഇന്ന് വരെ കാന്തപുരം ഉസ്താദും സുന്നി ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ചില അപശബ്ദങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വരുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് നടക്കാതെ പോയത്. ദൗർഭാഗ്യവശാൽ എപ്പോഴൊക്കെയോ ഇത്തരത്തിൽ സംഭവിച്ചു എന്ന് കരുതി എന്നും അതൊക്കെ ഓർമ്മിച്ച് ഇങ്ങനെ യോജിപ്പിന്റെ മാർഗങ്ങൾ തേടാതെ പോവേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ. ഏതായാലും ഇത്തരത്തിൽ മുസ്ലിം ലീഗും കാന്തപുരവും ഇരു വിഭാഗം സമസ്തകളും യോജിപ്പിന്റെ വഴി തേടുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവസാന നാളുകളിലെ ആഗ്രഹമാണ് പൂവണിയാൻ പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ആഗ്രഹം പൂവണിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാന്തപുരം ഉസ്താദിൻ്റെ ഈ വാർദ്ധക്യ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാളുകളിലെങ്കിലും ഇത്തരത്തിൽ വളരെ വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിൽ ഇരുവിഭാഗം സുന്നികളും യോജിപ്പിൻ്റെ വഴി തുറന്നുകൊണ്ട് യോജിപ്പിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് മുസ്ലിം ലീഗും ഇരു സമസ്തകളും ഒന്നായുള്ളൊരു മൂവ്മെൻറ്റ്, ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതും കൂടി കാണാനുള്ള ഒരു തൗഫീക്ക് കാന്തപുരം ഉസ്താദിന് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ചില പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ ചില വാർത്തകളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഏതായാലും അത്തരത്തിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്, അത്തരത്തിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.